കൊണ്ടൊരു കമ്മലും ഗുളിക കവർ കൊണ്ടൊരു കീ ചെയിനും സെറ്റാക്കിയാലോ? ഇറ്റ്സ് മീ സുകന്യ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആര്യാസ് വേൾഡ്. ഫസ്റ്റ് വൺ കീ ചെയിൻ. അപ്പോൾ തുടങ്ങല്ലേ. ആദ്യം എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നറിയണ്ടേ? അതിനായിട്ട് ആദ്യം എടുക്കുന്നത് എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഗുളിക കവറേ. ഇതുപോലത്തെ വലിയ ഗുളിക കവർ കിട്ടുകയാണെങ്കിൽ നല്ലൊരു പാകത്തിനുള്ള കീ ചെയിനാണ് നമുക്ക് സെറ്റാക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കേണ്ട സാധനമാണ് ഈ കാണുന്നത്. ഈ കുഞ്ഞു 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 സ്റ്റോണുകളെ. ഇത് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് വേറെ ലെവലാ മക്കളെ. എന്തായാലും ഈ സ്റ്റോണിന് 5 ഗ്രാം 10 രൂപയാണ് വില. ഇനി വേണ്ടത് കീ അല്ല, കീ ചെയിൻ. കീ എന്തായാലും ഉണ്ടാവുമല്ലോ കീ ചെയിൻ ഇടാൻ. ഞാൻ ഈ എടുത്ത കീ ചെയിൻ്റെ പാവക്കുട്ടിയൊക്കെ പൊട്ടിപ്പോയതാണ്. അതിലാണ് പുതിയ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതല്ലാതെ കീ ചെയിൻ്റെ ഈ റിങ്ങും ചെയിനും മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ വാങ്ങിയ ചെയിൻ ആയാലും മതി. ഇനി അടുത്തതായിട്ട് വേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പശയില്ലാണ്ട് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ പശേൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും നല്ലോണം പൊക്കി 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 പറയാറുണ്ട്. അതുകൊണ്ട് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പശയുടെ പേര് B7000. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് പരിപാടി തുടങ്ങാണ്. ആദ്യം തന്നെ 2 ഒരേപോലത്തെ ഗുളിക കവർ ഒന്ന് വെട്ടിയിട്ട് ഇങ്ങനൊന്ന് വെച്ച് നോക്കാം. അപ്പുറ സൈഡും ഇതുപോലെ, ഇപ്പുറ സൈഡും ഇതുപോലെ തന്നെ. എന്നിട്ട് നമ്മുടെ B7000 പശ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഗമ തേക്കുക. പിന്നെ തമ്മിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുന്നത് ഒരു പ്രാവശ്യം കാണിക്കാമെന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഒട്ടിച്ചത് വീണ്ടും പറിച്ചിട്ട് നിങ്ങളെ കാണിച്ചതാണ്. ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് ഒട്ടിക്കുക. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരേപോലെ ആക്കി കട്ട് ചെയ്തും കൂടെ കൊടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് കത്രിക കാണാത്തതുകൊണ്ട് നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് കട്ടർ കൊണ്ട് അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് കൊടുത്ത്. ഇപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ പശ ഇങ്ങനെ തേച്ച് 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 കൊടുക്കുക. അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞതാണ്. അപ്പം നമ്മുടെ പശ തേച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റോണുകളെ പെറുക്കി പെറുക്കി ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ മുതലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത്. ഈ ഒരു കുഞ്ഞു 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 സ്റ്റോണുകൾ പെറുക്കി ഒട്ടിക്കാനുള്ളൊരു പാടുണ്ടല്ലോ, അത് വല്ലാത്തൊരു പാട് തന്നെയാണ്. പിന്നെ ഈ ഒട്ടിക്കാനെടുക്കുന്ന ഇതുപോലത്തെ ഒരു ഗ്ലൂ സ്റ്റിക്കും പെന്നുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായാലും മതി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ B7000 ഗമ്മിൻ്റെ ആ ഒരു അടപ്പായാലും മതി. ഈ ഒരു സ്റ്റോൺ ഞാൻ ഒറ്റ ഇരിപ്പിന് കുത്തിയിരുന്ന് ഒട്ടിച്ച സാധനമാണ്. ഒരുപാട് സമയം വേണം ഓരോന്നും ഇതുപോലെ പെറുക്കി 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 ഒട്ടിക്കാൻ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനപ്പോൾ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു 20-30 രൂപ കൊടുത്താൽ നല്ല അടിപൊളി കീ ചെയിൻ വാങ്ങാൻ കിട്ടൂലേ? പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു സാധനം അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വാങ്ങിയാൽ കിട്ടൂലല്ലോ. എന്തായാലും ഇങ്ങനെ ഓരോന്നായി ഒട്ടിക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾക്കൊരു മുഷിപ്പ് വേണ്ട. ഇപ്പോൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ. ഇതുപോലെ അടുപ്പിച്ച് ഒട്ടിക്കുമ്പോൾ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പും കൂടെ വരണം. അങ്ങനെ ചേർത്ത് ഒട്ടിച്ച് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ അങ്ങോട്ട് കിട്ടും. ഇങ്ങനെ ഒരു സൈഡിൽ മാത്രമല്ല 2 സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു പണിയുണ്ട്. അതിനായിട്ട് നമ്മളെവിടെ എടുക്കുന്ന ടൂൾ എന്താണെന്നറിയോ? നമ്മുടെ പിന്ന് കൊണ്ട് കണ്ടതുപോലെ ഒരു ഹോൾ അങ്ങോട്ട് ഇടുക. ഇനിയും കുറച്ച് ഒട്ടിക്കൽ പരിപാടിയുണ്ട്. ഇനി ഒട്ടിക്കാൻ പോകുന്ന സ്റ്റോണ് ഞാൻ മെറ്റീരിയൽ കാണിച്ച കൂട്ടത്തിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന യെല്ലോ കളറ് ക്രിസ്റ്റൽ സ്റ്റോണുകളാണ് ഇതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒട്ടിക്കുന്ന സ്റ്റോണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒട്ടിച്ചു കഴിഞ്ഞാലേ നല്ല 3D ലുക്ക് കിട്ടും. അങ്ങനെ ഒരു സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതേ മോഡലിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ സൈഡ് ഭാഗത്തും നമ്മുടെ ആ റെഡ് കളറുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി ചെറിയൊരു പരിപാടിയുള്ളൂ. ആ ഒരു ഹോളിൽ ഇതുപോലെ ഒരു ജംറിങ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ജംറിങ്ങിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കീ ചെയിൻ ഒന്ന് കണക്ട് ചെയ്തും കൂടെ കൊടുക്കുക. ഇതും കൂടെ കഴിഞ്ഞാൽ എന്തായി? നല്ല ഭംഗിയുള്ള ഒരു കീ ചെയിൻ അങ്ങോട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്കുണ്ടാവുന്ന സംശയം എന്താണെന്ന് പറയട്ടെ. ഈ ഒരു ഗുളിക കവർ ഞെക്കുമ്പോൾ ഉള്ളിലേക്ക് ഞെങ്ങിപ്പോവില്ലേ എന്നല്ലേ? ഞാനിതുപോലെ യൂട്യൂബിൽ കമ്മലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു സംശയമായിരുന്നു അത്. ഇതിങ്ങനെ ഞെക്കുമ്പോൾ ഞെങ്ങിപ്പോവില്ലേ, അപ്പോൾ ഇതെങ്ങനെ കമ്മലാക്കിയിട്ടിടും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരീക്ഷണാർത്ഥം ഞാനൊരു കമ്മല ഗുളിക കവർ കൊണ്ട് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതങ്ങനെ ഞെങ്ങില്ലെന്ന്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ പശ തേക്കുന്നതുകൊണ്ട് ഒന്നും ആവാതെ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മുടെ കൈച്ചേൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. ചെയ്ത് നോക്കിയാൽ അഭിപ്രായം അറിയിക്കാം. അപ്പം അടുത്തൊരു ഐഡിയ കണ്ടാലോ? സേഫ്റ്റി പിൻ ഇയറിങ്സ്. ഇനി എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് ചോദിച്ചാൽ ആദ്യം എടുക്കേണ്ടത് പിന്ന് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നോസ് പ്ലെയർ ആണേ. കൂടെ ഒരു കട്ടറും കൂടി വേണം. അത് 2 മാത്രം മതി ഇവിടുത്തെ ടൂൾസുകൾ. ഇനി വേണ്ടത് ക്രിസ്റ്റൽ ബീഡ്സ് ആണേ. ഈ കാണുന്ന റെഡ് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്. അപ്പം തുടങ്ങാം. ആദ്യം തന്നെ പിന്നെടുക്കാം. എന്നിട്ട് ഇത്ര വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. 2 സൈഡും കട്ട് ചെയ്ത് ആ ഒരു ക്യാപ്പ് കട്ട് ചെയ്തങ്ങ് കളയാം.
ഇനിയാണ് നോസ് പ്ലെയറിൻ്റെ ആവശ്യം. നോസ് പ്ലെയർ എടുക്കുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത 2 ഭാഗം ഇങ്ങനെ അകത്തേക്ക് വളച്ചു കൊടുക്കുക. ഇങ്ങനെ 2 സൈഡും വളച്ചു കഴിഞ്ഞാൽ ഇനി അധികം പണിയൊന്നുമില്ലെന്നേ. ഇനി ആ മുത്ത് എവിടെ ഫിറ്റ് ചെയ്യണം? ഈ ഒരു വളച്ചതിലാണ് മുത്ത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ B7000 പശ എടുത്തിട്ട് ഈ 2 ഭാഗത്തും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പശ തേച്ചില്ലെങ്കിൽ മുത്തൂരി വീണു പോയാലോ, അതുകൊണ്ട് സേഫ്റ്റിക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ചുവന്ന മുത്ത് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക. മുത്തിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ, ക്രിസ്മസിനനുസരിച്ച് കളറൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ മുത്ത് ഈ ഒരു രീതിയിൽ 2 സൈഡിലും വെച്ച് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ അതൊന്ന് ഒട്ടി നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഇയറിംഗ് ഹുക്കിൽ ഇതുപോലെ ഒന്ന് കൊളുത്തിയും കൂടെ കൊടുക്കുക. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഇയറിങ്സ് നമുക്ക് റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഐഡിയ എങ്ങനെ? സിമ്പിളല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ജ്വല്ലറി മേക്കിംഗ് ഐഡിയാസിനും ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ ബൈ ബൈ.